പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ഓപ്ഷനോട് കൂടിയ 150 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതുവരെ പഠിച്ചവ എന്തുമാത്രം മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ചോദ്യങ്ങൾ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 100 മാർക്കിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് വീഡിയോയുടെ അവസാനം വിശദമാക്കുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്തിൻ്റെ പേരിൽ ഒരു പഴയ നിയമ പുസ്തകം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അസാധാരണമായി കണക്കാക്കപ്പെടുന്നത്? എ. അവൾ പ്രവാചികയായതിനാൽ. ബി. അവൾ രാജകുടുംബത്തിൽപ്പെട്ടതിനാൽ. സി. അവൾ യഹൂദരിൽ പെട്ടതല്ലാത്ത മൊവാബിയായിരുന്നതിനാൽ. ഡി. അവൾ ഇസ്രായേലിൽ ജനിച്ചതല്ലാത്തതിനാൽ. ഉത്തരം സി. അവൾ യഹൂദരിൽ പെട്ടതല്ലാത്ത മൊവാബിയായിരുന്നതിനാൽ. ചോദ്യം 2. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് പേര് വിളിക്കാനാണ് നവോമി ആവശ്യപ്പെടുന്നത്? എ. മാറ. ബി. ദെബോറ. സി. താമാർ. ഡി. ദിന. ഉത്തരം എ. മാറ. ചോദ്യം 3. തന്നെ പിരിഞ്ഞു പോകാൻ നവോമി റൂത്തിനെ പിന്നീട് നിർബന്ധിക്കാതിരുന്ന സാഹചര്യം എന്ത്? എ. റൂത്ത് തനിക്കൊരു തുണയാകും എന്ന് കരുതിയതുകൊണ്ട്. ബി. റൂത്തിനോടുള്ള സ്നേഹം നിമിത്തം. സി. റൂത്തിനോടുള്ള ഭയം നിമിത്തം. ഡി. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ഉത്തരം ഡി. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടതുകൊണ്ട്. ചോദ്യം 4. താൻ എപ്രകാരമാണ് വയലിൽ കാലാ പെറുക്കിക്കൊണ്ടിരുന്നത് എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? എ. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ. ബി. മടുപ്പ് കൂടാതെ ഇതുവരെ. സി. കഠിനമായി ചൂട് വകവയ്ക്കാതെ. ഡി. ആർക്കും ഒരു ശല്യവുമായി തീരാതെ. ഉത്തരം എ. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ. ചോദ്യം 5. മൊവാബിൽ നിന്ന് പുറപ്പെട്ട നവോമിയും റൂത്തും എവിടെയാണ് എത്തിച്ചേർന്നത്? എ. യൂദയായിൽ. ബി. ജെറുസലേമിൽ. സി. ബെത്ലഹേമിൽ. ഡി. ഗാസയിൽ. ഉത്തരം സി. ബെത്ലഹേമിൽ. ചോദ്യം 6. നഗരവാതിൽക്കൽ വച്ച് കണ്ടുമുട്ടിയ ബന്ധുവിനെ ബോവാസ് എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത്? എ. സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട്. ബി. സഹോദര എന്ന് വിളിച്ചുകൊണ്ട്. സി. മകനെ എന്ന് വിളിച്ചുകൊണ്ട്. ഡി. പ്രിയപ്പെട്ടവനെ എന്ന് വിളിച്ചുകൊണ്ട്. ഉത്തരം എ. സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട്. ചോദ്യം 7. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? എ. ബന്ധുക്കളായ 10 പേരെ. ബി. ശ്രേഷ്ഠന്മാരായ 10 പേരെ. സി. ചാർച്ചക്കാരായ 10 പേരെ. ഡി. സ്നേഹിതന്മാരായ 10 പേരെ. ഉത്തരം ബി. ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 8. നഗരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന 10 ശ്രേഷ്ഠന്മാരോട് ബോവാസ് ആദ്യം പറഞ്ഞത് എന്താണ്? എ. ദൈവം നിങ്ങളോടുകൂടെ. ബി. എനിക്ക് പറയാനുള്ളത് കേൾക്കുവിൻ. സി. ഇവിടെ ഇരിക്കുവിൻ എന്ന്. ഡി. നിങ്ങൾക്ക് സമാധാനം. ഉത്തരം സി. ഇവിടെ ഇരിക്കുവിൻ എന്ന്. ചോദ്യം 9. റൂത്ത് 4:3 പറയുന്ന 3 വ്യക്തികളുടെ പേരുകൾ ഏതെല്ലാം? എ. റൂത്ത്, നവോമി, എലിമെലെക്ക്. ബി. ബോവാസ്, നവോമി, മഹ്ലോൻ. സി. ബോവാസ്, റൂത്ത്, എലിമെലെക്ക്. ഡി. ബോവാസ്, നവോമി, എലിമെലെക്ക്. ഉത്തരം ഡി. ബോവാസ്, നവോമി, എലിമെലെക്ക്. ചോദ്യം 10. മോവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമിയുടെ ബന്ധുവായ എലിമെലെക്കിൻ്റെ നിലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്? എ. ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. ബി. കൃഷി ചെയ്യാൻ പോകുന്നു. സി. ദാനം ചെയ്യാൻ പോകുന്നു. ഡി. വീതം വയ്ക്കാൻ പോകുന്നു. ഉത്തരം എ. ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. ചോദ്യം 11. എന്തു പറഞ്ഞുകൊണ്ടാണ് നവോമി മരുമക്കളെ തിരിച്ചു പോകാൻ നിർബന്ധിക്കുന്നത്? എ. നാട്ടുകാർ നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ബി. എനിക്ക് നിങ്ങളെ പോറ്റാൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സി. നിങ്ങൾ വിജാതീയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഡി. നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? ഉത്തരം ഡി. നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട്.
ചോദ്യം 12. ആരുടെ സാന്നിധ്യത്തിൽ നവോമി വിൽക്കാൻ പോകുന്ന സ്ഥലം വാങ്ങിക്കണം എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറയുന്നത്? എ. റൂത്തിൻ്റെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും, ബി. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും, സി. ചാർച്ചക്കാരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും, ഡി. ഇവിടെ ഇരിക്കുന്നവരുടെയും നവോമിയുടെയും. ഉത്തരം ബി. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും. ചോദ്യം 13. മനസ്സുണ്ടെങ്കിൽ നീ എലിമെലെക്കിൻ്റെ സ്ഥലം വീണ്ടെടുക്കുക എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിൻ്റെ പ്രതികരണം എപ്രകാരമായിരുന്നു? എ. ആലോചിച്ചിട്ട് പറയാം, ബി. എനിക്ക് താല്പര്യമില്ല, സി. ഞാൻ അത് വീണ്ടെടുക്കാം, ഡി. സന്തോഷത്തോടെ നിരസിച്ചു. ഉത്തരം സി. ഞാൻ അത് വീണ്ടെടുക്കാം. ചോദ്യം 14. റൂത്ത് 4:5 ബോവാസ് റൂത്തിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? എ. വിധവയും എലിമെലേക്കിൻ്റെ മരുമകളും, ബി. യഹൂദിയല്ലാത്തവളും വിധവയും, സി. നവോമിയുടെ മരുമകളും മൊവാബ്യയും, ഡി. വിധവയും മൊവാബ്യയും. ഉത്തരം ഡി. വിധവയും മൊവാബ്യയും. ചോദ്യം 15. റൂത്തിനെ സ്വീകരിക്കാൻ ബന്ധു തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട്? എ. തൻ്റെ അവകാശം നഷ്ടപ്പെടും എന്ന് ഭയന്ന്, ബി. റൂത്ത് മൊവാബി സ്ത്രീ ആയതിനാൽ, സി. ബന്ധു വിവാഹിതനായതിനാൽ, ഡി. കുടുംബക്കാർ എതിർക്കും എന്നതിനാൽ. ഉത്തരം എ. തൻ്റെ അവകാശം നഷ്ടപ്പെടും എന്നു ഭയന്ന്. ചോദ്യം 16. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്തായിരുന്നു? എ. തലയിൽ കൈവച്ച് സത്യം ചെയ്യുക, ബി. ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റൊരാളെ ഏൽപ്പിക്കുക, സി. ഉടമ്പടി ഒപ്പുവയ്ക്കുക, ഡി. സാക്ഷികളുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുക. ഉത്തരം ബി. ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 17. റൂത്ത് 4:9 എത്ര വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്? എ. 4, ബി. 3, സി. 5, ഡി. 2. ഉത്തരം സി. 5. ചോദ്യം 18. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. ഭാഗ്യപ്പെട്ടവൾ, ബി. ദൈവം തിരഞ്ഞെടുത്തവൾ, സി. സന്തുഷ്ട, ഡി. വിശ്വസ്ത. ഉത്തരം സി. സന്തുഷ്ട. ചോദ്യം 19. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി തുടർന്നു വരുന്ന വാക്യം ഏത്? എ. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു, ബി. കർത്താവ് എന്നെ വെറും കൈയോടെ തിരിച്ചയച്ചു, സി. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ പറഞ്ഞയച്ചു, ഡി. ഇപ്പോൾ കർത്താവ് എന്നെ ഇവിടേക്ക് തിരിച്ചയച്ചു. ഉത്തരം എ. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ചോദ്യം 20. ഓബദിൻ്റെ പൗത്രൻ്റെ പേരെന്ത്? എ. സൽമോൻ, ബി. ജസേ, സി. ദാവീദ്, ഡി. അമീനാദാബ്. ഉത്തരം സി. ദാവീദ്. ചോദ്യം 21. കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ബി. കർത്താവ് അങ്ങയോട് കൂടെ, സി. കർത്താവ് എന്നും മഹത്വപ്പെടട്ടെ, ഡി. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം ഡി. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 22. എത്ര കാലം തൻ്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ബോവാസ് റൂത്തിനോട് ആവശ്യപ്പെട്ടത്? എ. മഴക്കാലം വരെ, ബി. ഒരു മാസക്കാലം, സി. ഒരു വർഷം മുഴുവൻ, ഡി. കൊയ്ത്തു മുഴുവൻ തീരുവോളം. ഉത്തരം ഡി. കൊയ്ത്തു മുഴുവൻ തീരുവോളം. ചോദ്യം 23. എന്തിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതുവരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയത്? എ. മുന്തിരിയുടെയും ഗോതമ്പിൻ്റെയും, ബി. ബാർലിയുടെയും മുന്തിരിയുടെയും, സി. ബാർലിയുടെയും ഗോതമ്പിൻ്റെയും, ഡി. ബാർലിയുടെയും ചോളത്തിൻ്റെയും. ഉത്തരം സി. ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. എ. റൂത്ത് 2:10, ബി. റൂത്ത് 2:12, സി. റൂത്ത് 2:11, ഡി. റൂത്ത് 2:9. ഉത്തരം ബി. റൂത്ത് 2:12. ചോദ്യം 25. സ്വന്തം കടമയായി നവോമി റൂത്തിനോട് പറയുന്നത് എന്താണ്? എ. സ്വഭവനത്തിലേക്ക് നിന്നെ തിരിച്ചയക്കുക, ബി. നിനക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടെത്തുക, സി. നിന്നെ ഒരു വിശുദ്ധയായി വളർത്തുക, ഡി. സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക. ഉത്തരം
ഡി സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക. ചോദ്യം 26 പൂരിപ്പിക്കുക. നീ ആരുടെ ഡാഷ് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. എ ദാസികളുമൊത്ത്, ബി ഭൃത്യന്മാരുമൊത്ത്, സി മെതിക്കളത്തിൽ, ഡി ഭവനത്തിൽ. ഉത്തരം എ ദാസികളുമൊത്ത്. ചോദ്യം 27 എപ്രകാരം മെതിക്കളത്തിലേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? എ ബോവാസിന് ഒരു സമ്മാനവുമായി, ബി കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്, സി കുളിച്ച് തൈലം പൂശി സന്തോഷവതിയായി, ഡി കുളിച്ച് തൈലം പൂശി പുറങ്കുപ്പായവും ധരിച്ച്. ഉത്തരം ബി കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്. ചോദ്യം 28 ബോവാസ് എന്തിനു വേണ്ടി മെതിക്കളത്തിൽ വരുമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? എ കാവലിരിക്കുന്നതിന്, ബി ഭൃത്യന്മാരെ കാണുന്നതിന് വേണ്ടി, സി ബാർലി പാറ്റുന്നതിന്, ഡി വേലക്കാർക്ക് കൂലി കൊടുക്കുന്നതിന്. ഉത്തരം സി ബാർലി പാറ്റുന്നതിന്. ചോദ്യം 29 കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് എവിടേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? എ ബോവാസിൻ്റെ ഭവനത്തിലേക്ക്, ബി പട്ടണത്തിലേക്ക്, സി വയലിലേക്ക്, ഡി മെതിക്കളത്തിലേക്ക്. ഉത്തരം ഡി മെതിക്കളത്തിലേക്ക്. ചോദ്യം 30 മെതിക്കളത്തിലെത്തിയാൽ ബോവാസിൻ്റെ അത്താഴം കഴിയുന്നതുവരെ എന്തിൽ ശ്രദ്ധിക്കണമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? എ തന്നെ തിരിച്ചറിയാൻ ഇടയാകാതെ, ബി മാന്യമായി പെരുമാറുന്നതിൽ, സി ബോവാസിനെ ശുശ്രൂഷിക്കുന്നതിൽ, ഡി ഭൃത്യരെ സഹായിക്കുന്നതിൽ. ഉത്തരം എ തന്നെ തിരിച്ചറിയാൻ ഇടയാകാതെ. ചോദ്യം 31 മെതിക്കളത്തിലെത്തിയാൽ എന്തു നോക്കി വയ്ക്കണം എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? എ ധാന്യം സൂക്ഷിക്കുന്ന സ്ഥലം, ബി ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം, സി ഭൃത്യന്മാർ കിടക്കുന്ന സ്ഥലം, ഡി പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഉത്തരം ബി ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം. ചോദ്യം 32 മെതിക്കളത്തിലെത്തിയാൽ എവിടെ കിടക്കണം എന്നാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? എ ബോവാസിനൊപ്പം കട്ടിലിൽ, ബി ധാന്യപുരിയിൽ, സി ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക, ഡി ബോവാസിൻ്റെ ദാസികളോടൊപ്പം. ഉത്തരം സി ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ചോദ്യം 33 അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. ഇത് ആരുടെ വാക്കുകൾ? എ നവോമിയുടെ, ബി എലിമലേക്കിൻ്റെ, സി ബോവാസിൻ്റെ, ഡി റൂത്തിൻ്റെ. ഉത്തരം ഡി റൂത്തിൻ്റെ. ചോദ്യം 34 മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് എന്താണ് ചെയ്തത്? എ അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു, ബി ബാർലി പാറ്റുന്നതിന് സഹായിച്ചു, സി ബോവാസിനോട് സംസാരിച്ചു, ഡി ദാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഉത്തരം എ അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ചോദ്യം 35 ധാന്യവുമായി വീട്ടിലെത്തിയ യുവതി റൂത്തിനോട് അമ്മായിയമ്മ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2. ചോദ്യം 36 ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? എ മെതിക്കളത്തിന് നടുവിൽ, ബി ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ, സി സ്വന്തം ഭവനത്തിൽ, ഡി സുഹൃത്തിൻ്റെ ഭവനത്തിൽ. ഉത്തരം ബി ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 37 അധ്യായവും വാക്യവും ഏത്? നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. എ റൂത്ത് 2:22, ബി റൂത്ത് 2:19, സി റൂത്ത് 2:24, ഡി റൂത്ത് 2:18. ഉത്തരം എ റൂത്ത് 2:22. ചോദ്യം 38 ബോവാസ് എപ്പോഴാണ് ഞെട്ടിയുണർന്നത്? എ ഗാഠനിദ്രയ്ക്കിടയിൽ, ബി സൂര്യൻ ഉദിച്ചപ്പോൾ, സി ഭയാനകമായ ഒരു സ്വരം കേട്ടപ്പോൾ, ഡി അർദ്ധരാത്രിയിൽ. ഉത്തരം ഡി അർദ്ധരാത്രിയിൽ. ചോദ്യം 39 അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത്? എ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു, ബി മോഷ്ടാക്കൾ ഓടിമറയുന്നത്, സി ശക്തമായ മഴയും ഇടിമിന്നലും, ഡി തീ പടരുന്ന തൻ്റെ ധാന്യപ്പുര. ഉത്തരം
എ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 40. അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് ബോവാസിനോട് പറയുന്നതിന് പിന്നിലെ കാരണമെന്ത്? എ ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവാകയാൽ. ബി താനൊരു വിധവയായതുകൊണ്ട്. സി ബോവാസ് ഒരു ധനികനായതുകൊണ്ട്. ഡി ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട്. ഉത്തരം എ ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവാകയാൽ. ചോദ്യം 41. എത്ര വർഷമാണ് നവോമിയും കുടുംബവും മൊവാബിൽ താമസിച്ചത്? എ 5 വർഷം, ബി 8 വർഷം, സി 11 വർഷം, ഡി 10 വർഷം. ഉത്തരം ഡി 10 വർഷം. ചോദ്യം 42. മഹലോനും കിലിയോനും വിവാഹം കഴിച്ച മൊവാബി സ്ത്രീകളുടെ പേരുകൾ എന്തായിരുന്നു? എ റാഹേൽ ലയ, ബി റൂത്ത് ഓർഫ, സി ദിൻഹ താമാർ, ഡി മിരിയാം എലിസബത്ത്. ഉത്തരം ബി റൂത്ത് ഓർഫ. ചോദ്യം 43. നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനുള്ള കാരണമെന്ത്? എ മക്കൾ മരിച്ചതുകൊണ്ട്, ബി ഭർത്താവ് മരിച്ചതുകൊണ്ട്, സി കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്, ഡി മരുമക്കൾ നിർബന്ധിച്ചതുകൊണ്ട്. ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. ചോദ്യം 44. നവോമി താൻ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് ആദ്യം എത്തിച്ചേർന്ന സ്ഥലം ഏത്? എ ബെത്ലഹേമിൽ, ബി യൂദായിലേക്കുള്ള വഴിയിൽ, സി ജെറുസലേമിൽ, ഡി റാമായിൽ. ഉത്തരം ബി യൂദായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 45. ആര് ആരോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ? എ നവോമി മരുമക്കളോട്, ബി നവോമി മക്കളോട്, സി നവോമി വൃദ്ധന്മാരോട്, ഡി നവോമി സഹോദരരോട്. ഉത്തരം ഡി നവോമി മരുമക്കളോട്. ചോദ്യം 46. ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് റൂത്ത് 3:10 ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ മൊവാബ്യരെ, ബി യുവാക്കന്മാരെ, സി വീരന്മാരെ, ഡി രാജാക്കന്മാരെ. ഉത്തരം ബി യുവാക്കന്മാരെ. ചോദ്യം 47. ബോവാസിൻ്റെ കാൽക്കൽ കിടന്ന റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത്? എ സൂര്യൻ ഉദിച്ചപ്പോൾ, ബി അർദ്ധരാത്രിയിൽ, സി കോഴി കൂവിയപ്പോൾ, ഡി അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ. ഉത്തരം ഡി അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ. ചോദ്യം 48. തൻ്റെ കാൽക്കൽ കിടന്നുറങ്ങിയ റൂത്തിന് പോകാൻ നേരം ബോവാസ് എന്താണ് കൊടുത്തുവിട്ടത്? എ 6 അളവ് ബാർലി, ബി 1 ഏഫ ബാർലി, സി 5 അളവ് ബാർലി, ഡി 6 ഏഫ ബാർലി. ഉത്തരം എ 6 അളവ് ബാർലി. ചോദ്യം 49. 6 അളവ് ബാർലി ബോവാസ് എന്തിലാണ് ഇട്ടുകൊടുത്തത്? എ റൂത്തിൻ്റെ മേലങ്കിയിൽ, ബി കുട്ടയിൽ, സി ധാന്യസഞ്ചിയിൽ, ഡി ഒരു പാത്രത്തിൽ. ഉത്തരം എ റൂത്തിൻ്റെ മേലങ്കിയിൽ. ചോദ്യം 50. 6 അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എന്താണ് ചോദിച്ചത്? എ ജോലി സുഗമമായിരുന്നോ, ബി മകളെ എന്തുണ്ടായി, സി ബോവാസ് എന്തു പറഞ്ഞു, ഡി കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നോ? ഉത്തരം ബി മകളെ എന്തുണ്ടായി. ചോദ്യം 51. പൂരിപ്പിക്കുക. അമ്മായിയമ്മയുടെ അടുത്തേക്ക് ഡാഷ് പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. എ ദുഃഖിതയായി, ബി വെറും കൈയോടെ, സി നിരാശയോടെ, ഡി വേദനയോടെ. ഉത്തരം ബി വെറും കൈയോടെ. ചോദ്യം 52. 6 അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിൻ്റെ വിവാഹകാര്യം എന്നത്തേക്ക് തീരുമാനമാകുമെന്നാണ് നവോമി പറയുന്നത്? എ ഒരു ദിവസത്തിനുള്ളിൽ, ബി ഒരാഴ്ചയ്ക്കുള്ളിൽ, സി ഇന്ന് തന്നെ, ഡി അടുത്ത ദിവസങ്ങളിൽ തന്നെ. ഉത്തരം സി ഇന്ന് തന്നെ. ചോദ്യം 53. അധ്യായവും വാക്യവും ഏത്? മകളെ ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം. എ റൂത്ത് 3:10, ബി റൂത്ത് 3:12,
സി റൂത്ത് 3:11, ഡി റൂത്ത് 3:9. ഉത്തരം സി റൂത്ത് 3:11. ചോദ്യം 54. അധ്യായവും വാക്യവും ഏത്? നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വച്ചു കൊടുത്തു. അവൾ നഗരത്തിലേക്ക് പോയി. എ റൂത്ത് 3:10, ബി റൂത്ത് 3:13, സി റൂത്ത് 3:11, ഡി റൂത്ത് 3:15. ഉത്തരം ഡി റൂത്ത് 3:15. ചോദ്യം 55. എവിടെ വച്ചാണ് ബോവാസ് മുൻപ് പറഞ്ഞ ബന്ധുവുമായി കൂടിക്കാഴ്ച നടത്തിയത്? എ ഒരു തുറസായ സ്ഥലത്ത്, ബി ബോവാസിൻ്റെ മെതിക്കളത്തിൽ, സി ബന്ധുവിൻ്റെ ഭവനത്തിൽ, ഡി നഗരവാതിൽക്കൽ. ഉത്തരം ഡി നഗരവാതിൽക്കൽ. ചോദ്യം 56. നഗരവാതിൽക്കൽ വെച്ച് ബോവാസ് ബന്ധുവിനോട് ആദ്യം പറഞ്ഞത് എന്താണ്? എ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, ബി ദൈവം നിന്നോട് കൂടെ, സി സഹോദര ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ, ഡി സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ഉത്തരം ഡി സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ചോദ്യം 57. ആരുടെ സ്വത്തുക്കളാണ് താൻ നവോമിയിൽ നിന്നും വാങ്ങിയത് എന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പ്രസ്താവിക്കുന്നത്? എ എലിമെലെക്, നവോമി, കിലിയോൻ എന്നിവരുടെ, ബി നവോമി, മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെ, സി റൂത്ത്, മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെ, ഡി എലിമെലെക്, മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെ. ഉത്തരം ഡി എലിമെലെക്, മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെ. ചോദ്യം 58. റൂത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേരെന്ത്? എ മഹ്ലോൻ, ബി കിലിയോൻ, സി ബോവാസ്, ഡി എലിമെലെക്. ഉത്തരം എ മഹ്ലോൻ. ചോദ്യം 59. കിലിയോൻ്റെ ഭാര്യയുടെ പേരെന്ത്? എ റൂത്ത്, ബി ഓർഫ, സി നവോമി, ഡി സലോമി. ഉത്തരം ബി ഓർഫ. ചോദ്യം 60. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ ആരൊക്കെ? എ സാറയും ഹാഗാറും, ബി റൂത്തും ഓർഫയും, സി റാഹേൽ, ലയ, ഡി മറിയവും എലിസബത്തും. ഉത്തരം സി റാഹേൽ, ലയ. ചോദ്യം 61. റാഹേൽ, ലയ എന്നിവരെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായമേത്? എ ഉൽപ്പത്തി 30, ബി ഉൽപ്പത്തി 28, സി ഉൽപ്പത്തി 31, ഡി ഉൽപ്പത്തി 29. ഉത്തരം ഡി ഉൽപ്പത്തി 29. ചോദ്യം 62. പൂരിപ്പിക്കുക. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തയിൽ ഡാഷ്, ബത്ലഹേമിൽ ഡാഷ്. എ ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ, ബി ഭാഗ്യവാനും പ്രസിദ്ധനുമാകട്ടെ, സി പൂർവ്വപിതാവും പ്രസിദ്ധനുമാകട്ടെ, ഡി ഐശ്വര്യവാനും അറിയപ്പെടുന്നവനുമാകട്ടെ. ഉത്തരം എ ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ. ചോദ്യം 63. പേരസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? എ ബോവാസ്, റൂത്ത്, ബി എലിമെലെക്, നവോമി, സി യാക്കോബ്, ലയ, ഡി യൂദ, താമാർ. ഉത്തരം ഡി യൂദ, താമാർ. ചോദ്യം 64. യൂദായെയും താമാറിനെയും കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായമേത്? എ ഉൽപ്പത്തി 39, ബി ഉൽപ്പത്തി 41, സി ഉൽപ്പത്തി 38, ഡി ഉൽപ്പത്തി 40. ഉത്തരം സി ഉൽപ്പത്തി 38. ചോദ്യം 65. റൂത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ന്യായാധിപന്മാരുടെ കാലം ഇസ്രായേൽ ജനത ഏത് അവസ്ഥയിലായിരുന്ന സമയമാണ്? എ നിയമം അനുസരിച്ച് ജീവിച്ചപ്പോൾ, ബി സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചപ്പോൾ, സി അടിമത്തത്തിൽ ആയപ്പോൾ, ഡി വിദേശികൾ ആക്രമിച്ചപ്പോൾ. ഉത്തരം ബി സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചപ്പോൾ. ചോദ്യം 66. താമാറിൻ്റെ ആരായിരുന്നു യൂദ? എ പിതാവ്, ബി സഹോദരൻ, സി അമ്മാവൻ, ഡി അമ്മായിയപ്പൻ. ഉത്തരം ഡി അമ്മായിയപ്പൻ. ചോദ്യം 67. ആര് ആരോട് പറഞ്ഞു, നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ? എ സ്ത്രീകൾ നവോമിയോട്, ബി നവോമി റൂത്തിനോട്, സി ബോവാസ് റൂത്തിനോട്, ഡി ബോവാസ് നവോമിയോട്.
ഉത്തരം എ സ്ത്രീകൾ നവോമിയോട്. ചോദ്യം 68. അയൽക്കാരായ സ്ത്രീകൾ ആർക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവന് ഓബദ് എന്ന് പേരിട്ടത്? എ റൂത്തിന്, ബി നവോമിക്ക്, സി ബോവാസിന്, ഡി എലിമെലക്കിന്. ഉത്തരം ബി നവോമിക്ക്. ചോദ്യം 69. ബോവാസിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? എ ഹെബ്രോൺ, ബി നാഷോൻ, സി അമീനാദാബ്, ഡി സൽമോൻ. ഉത്തരം ഡി സൽമോൻ. ചോദ്യം 70. എപ്രകാരമുള്ള സ്ഥലത്ത് പോയി കാലാ പെറുക്കാനുള്ള അനുവാദമാണ് റൂത്ത് നവോമിയോട് ചോദിക്കുന്നത്? എ വിളഞ്ഞു പാകമായ വയലിൽ, ബി തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ, സി കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളവരുടെ വയലിൽ, ഡി പരിചയക്കാരുടെ വയലിൽ. ഉത്തരം ബി തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ. ചോദ്യം 71. ബത്ലഹേമിൽ വച്ച് റൂത്ത് ആരുടെ വയലിലാണ് കാലാ പെറുക്കാൻ പോയത്? എ ബോവാസിൻ്റെ, ബി എലിമെലക്കിൻ്റെ, സി കിലിയോൻ്റെ, ഡി മഹലോൻ്റെ. ഉത്തരം എ ബോവാസിൻ്റെ. ചോദ്യം 72. ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു? എ എലിമെലക്കിൻ്റെ, ബി സാവൂളിൻ്റെ, സി ഫിനെഹാസിൻ്റെ, ഡി റൂത്തിൻ്റെ. ഉത്തരം എ എലിമെലക്കിൻ്റെ. ചോദ്യം 73. റൂത്തിൻ്റെ ആരായിരുന്നു എലിമെലക്ക്? എ പിതാവ്, ബി അമ്മായിയപ്പൻ, സി ചാർച്ചക്കാരൻ, ഡി സഹോദരൻ. ഉത്തരം ബി അമ്മായിയപ്പൻ. ചോദ്യം 74. ആര് ആരോട് പറഞ്ഞു? അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? എ നവോമി തൻ്റെ മരുമക്കളോട്, ബി റൂത്ത് നവോമിയോട്, സി നവോമി റൂത്തിനോട്, ഡി നവോമി മക്കളോട്. ഉത്തരം എ നവോമി തൻ്റെ മരുമക്കളോട്. ചോദ്യം 75. ബത്ലഹേമിൽ നിന്ന് വന്ന ബോവാസ് എന്തു പറഞ്ഞുകൊണ്ടാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? എ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബി ദൈവം നിങ്ങളോട് കൂടെ, സി കർത്താവ് നിങ്ങളോട് കൂടെ, സഹോദരരെ എന്ന് വിളിച്ചുകൊണ്ട്. ഉത്തരം സി കർത്താവ് നിങ്ങളോട് കൂടെ. ചോദ്യം 76. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃദ്ധനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? എ വേലക്കാരെല്ലാം സുഖമായിരിക്കുന്നോ, ബി ജോലി സുഗമമായി പോകുന്നുണ്ടോ, സി ഈ വർഷം വിളവ് എങ്ങനെയുണ്ട്, ഡി ആരാണ് ഈ യുവതി. ഉത്തരം ഡി ആരാണ് ഈ യുവതി. ചോദ്യം 77. ആര് ആരോട് പറഞ്ഞു? നവോമിയോടൊപ്പം മൊവാബിൽ നിന്നു വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ. എ ബോവാസ് ഭൃത്യനോട്, ബി ഭൃത്യൻ ബോവാസിനോട്, സി വേലക്കാരി ബോവാസിനോട്, ഡി ബോവാസ് സുഹൃത്തിനോട്. ഉത്തരം ബി ഭൃത്യൻ ബോവാസിനോട്. ചോദ്യം 78. വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചപ്പോൾ ബോവാസ് റൂത്തിനെ വിളിച്ചത് എന്താണ്? എ മകളെ എന്ന്, ബി സഹോദരി എന്ന്, സി ദൈവം കൂടെയുള്ളവളെ എന്ന്, ഡി അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന്. ഉത്തരം എ മകളെ എന്ന്. ചോദ്യം 79. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ഇത് ആരുടെ വാക്കുകൾ? എ നവോമിയുടെ, ബി ബോവാസിൻ്റെ, സി എലിമെലേക്കിൻ്റെ, ഡി കിലിയോൻ്റെ. ഉത്തരം ബി ബോവാസിൻ്റെ. ചോദ്യം 80. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ഇവിടെ അവർ എന്ന് പറയുന്നത് ആരെല്ലാം? എ റൂത്ത് ബോവാസ്, ബി മഹ്ലോനും കിലിയോനും, സി ഓർഫ ഹന്ന, ഡി ഓർഫ റൂത്ത്. ഉത്തരം ഡി ഓർഫ റൂത്ത്. ചോദ്യം 81. എന്തിനു ശേഷമാണ് ബോവാസ് ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയത്? എ അധ്വാനം കൊണ്ട് ക്ഷീണിച്ചപ്പോൾ, ബി മദ്യപിച്ച് ഉന്മത്തനായപ്പോൾ, സി ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ, ഡി ഭൃത്യന്മാരെ പറഞ്ഞയച്ച ശേഷം. ഉത്തരം സി ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ. ചോദ്യം 82 പൂരിപ്പിക്കുക. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, ഡാഷ് എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങയ്ക്ക് എന്ത് നന്മ ചെയ്തു?
എ അനാഥയായ, ബി കാലാപെറുക്കുന്നവളായ, സി അന്യനാട്ടുകാരിയായ, ഡി ദരിദ്രയായ. ഉത്തരം സി അന്യനാട്ടുകാരിയായ. ചോദ്യം 83. അധ്യായവും വാക്യവും എഴുതുക. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. എ റൂത്ത് 1:19, ബി റൂത്ത് 1:16, സി റൂത്ത് 1:18, ഡി റൂത്ത് 1:17. ഉത്തരം ഡി റൂത്ത് 1:17. ചോദ്യം 84. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി എവിടേക്ക് വന്നുവെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ തന്നെ വെറുക്കുന്നവരുടെ ഇടയിലേക്ക്, ബി അന്യനാട്ടിലേക്ക്, സി ശത്രുക്കളുടെ ഇടയിലേക്ക്, ഡി അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ഉത്തരം ഡി അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ചോദ്യം 85. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ സൈന്യങ്ങളുടെ കർത്താവ്, ബി സർവശക്തനായ ദൈവം, സി കാരുണ്യവാനായ ദൈവം, ഡി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഡി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 86. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത്? എ തേൻ, ബി ബാർലിയപ്പം, സി മലർ, ഡി അത്തിപ്പഴം. ഉത്തരം സി മലർ. ചോദ്യം 87. സന്ധ്യ വരെ കാലാപെറുക്കിയ റൂത്തിന് എന്താണ് ലഭിച്ചത്? എ 1 ഏഫ ബാർലി, ബി 1 ഏഫ ചോളം, സി 1 ഏഫ ഗോതമ്പ്, ഡി 2 ഏഫ ബാർലി. ഉത്തരം എ 1 ഏഫ ബാർലി. ചോദ്യം 88. 1 ഏഫ ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്ത് എന്താണ് ചെയ്തത്? എ ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു, ബി ഭക്ഷണം തയ്യാറാക്കി, സി ധാന്യം അമ്മായിയമ്മയെ ഏൽപ്പിച്ചു, ഡി വിശ്രമിക്കാനായി പോയി. ഉത്തരം എ ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ചോദ്യം 89. ബോവാസ് നമ്മുടെ ആരെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? എ ചാർച്ചക്കാരൻ, ബി അയൽവാസി, സി ഉറ്റബന്ധു, ഡി സ്നേഹിതൻ. ഉത്തരം സി ഉറ്റബന്ധു. ചോദ്യം 90. അധ്യായവും വാക്യവും ഏത്? അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി, മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫ ബാർലി ഉണ്ടായിരുന്നു. എ റൂത്ത് 2:17, ബി റൂത്ത് 2:18, സി റൂത്ത് 2:19, ഡി റൂത്ത് 2:16. ഉത്തരം എ റൂത്ത് 2:17. ചോദ്യം 91. റൂത്ത് 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 23, ബി 18, സി 20, ഡി 19. ഉത്തരം ഡി 18. ചോദ്യം 92. ബോവാസിൻ്റെ പൗത്രൻ്റെ പേരെന്ത്? എ ജെസെ, ബി നഹ്ഷോൺ, സി അമീനാദാബ്, ഡി സൽമോൻ. ഉത്തരം എ ജെസെ. ചോദ്യം 93. നഹ്ഷോൻ്റെ പിതാവിൻ്റെ പേരെന്ത്? എ സൽമോൻ, ബി അമീനാദാബ്, സി ജെസെ, ഡി ദാവീദ്. ഉത്തരം ബി അമീനാദാബ്. ചോദ്യം 94. ബോവാസിൻ്റെ അമ്മയുടെ പേരെന്ത്? എ സാറ, ബി സലോമി, സി റാഹാബ്, ഡി നവോമി. ഉത്തരം സി റാഹാബ്. ചോദ്യം 95. അധ്യായവും വാക്യവും ഏത്? നവോമി ശിശുവിനെ മാറോടണച്ചു, അവൾ അവനെ പരിചരിച്ചു. എ റൂത്ത് 4:15, ബി റൂത്ത് 4:11, സി റൂത്ത് 4:20, ഡി റൂത്ത് 4:16. ഉത്തരം ഡി റൂത്ത് 4:16. 96. വചനം എഴുതുക. റൂത്ത് 4:12. ഉത്തരം യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ. ചോദ്യം 97. വീണ്ടെടുപ്പുകാരൻ്റെ ധർമ്മം അനുസരിച്ച് എലിമെലെക്കിൻ്റെ സ്വത്ത് വാങ്ങുന്ന വ്യക്തിക്ക് മറ്റൊരു ബാധ്യത കൂടി ഉണ്ടായിരുന്നു. അതെന്താണ്? എ നവോമിയെ വിവാഹം കഴിക്കണം,
ബി റൂത്തിനെ വിവാഹം കഴിക്കണം, സി ദരിദ്രരെ സഹായിക്കണം, ഡി ബോവാസിന് സ്വത്തിൻ്റെ ഒരു ഭാഗം നൽകണം. ഉത്തരം ബി റൂത്തിനെ വിവാഹം കഴിക്കണം. ചോദ്യം 98. റൂത്തിനെ ബോവാസ് ഭാര്യയായി സ്വീകരിച്ചപ്പോൾ മൂപ്പന്മാർ അനുഗ്രഹിച്ചുകൊണ്ട് പ്രശസ്തമായ ഏത് ഭവനത്തെയാണ് റൂത്തിൻ്റെ ഭവനത്തോട് ഉപമിച്ചത്? എ യൂദായുടെ ഭവനം, ബി ഇസ്രായേലിൻ്റെ ഭവനം, സി എഫ്രാത്തിൻ്റെ ഭവനം, ഡി പേരസിൻ്റെ ഭവനം. ഉത്തരം ഡി പേരസിൻ്റെ ഭവനം. ചോദ്യം 99. റൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് ഏത് പ്രധാനപ്പെട്ട വംശാവലി രേഖപ്പെടുത്തിക്കൊണ്ടാണ്? എ മോശയുടെ, ബി സാവൂളിൻ്റെ, സി ദാവീദിൻ്റെ, ഡി യേശുവിൻ്റെ. ഉത്തരം സി ദാവീദിൻ്റെ. ചോദ്യം 100. റൂത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളെല്ലാം എവിടെയാണ്? എ ഈജിപ്ത് കാനാൻ, ബി മെസപ്പൊട്ടോമിയ ഇസ്രായേൽ, സി ഇസ്രായേൽ മോവാബ്, ഡി സിറിയ ഇസ്രായേൽ. ഉത്തരം സി ഇസ്രായേൽ മൊവാബ്. ചോദ്യം 101. റൂത്ത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു? എ ഇസ്രായേൽ, ബി യഹൂദ, സി അമ്മോന്യ, ഡി മൊവാബിയ. ഉത്തരം ഡി മൊവാബിയ. ചോദ്യം 102. റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? എ റൂത്തിൻ്റെ വിവാഹം, ബി നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്, സി ബോവാസിൻ്റെ മെതിക്കളത്തിൽ, ഡി റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ഉത്തരം സി ബോവാസിൻ്റെ മെതിക്കളത്തിൽ. ചോദ്യം 103. റൂത്തിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്കിടയിലെ ബന്ധത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? എ ബോവാസ് റൂത്തിൻ്റെ സഹോദരനായിരുന്നു, ബി ഓബദ് ബോവാസിൻ്റെ സഹോദരനായിരുന്നു, സി റൂത്ത് നവോമിയുടെ ഭർത്താവിൻ്റെ അടുത്ത ബന്ധു ആയിരുന്നു, ഡി ബോവാസ് എലിമെലെക്കിൻ്റെ അടുത്ത ബന്ധു ആയിരുന്നു. ഉത്തരം ഡി ബോവാസ് എലിമെലെക്കിൻ്റെ അടുത്ത ബന്ധു ആയിരുന്നു. ചോദ്യം 104. വംശാവലി അനുസരിച്ച് പേരസ് ആരുടെ പുത്രനാണ്? എ ദാവീദ്, ബി യൂദ, സി സൽമോൻ, ഡി ഓബദ്. ഉത്തരം ബി യൂദ. ചോദ്യം 105. അധ്യായവും വാക്യവും ഏത്? അവൻ നിനക്ക് നവജീവൻ പകരും, വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും, നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും ആയ നിൻ്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. എ റൂത്ത് 4:10, ബി റൂത്ത് 4:20, സി റൂത്ത് 4:13, ഡി റൂത്ത് 4:15. ഉത്തരം ഡി റൂത്ത് 4:15. ചോദ്യം 106. അധ്യായവും വാക്യവും ഏത്? അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. എ റൂത്ത് 1:17, ബി റൂത്ത് 1:20, സി റൂത്ത് 1:13, ഡി റൂത്ത് 1:15. ഉത്തരം എ റൂത്ത് 1:17. ചോദ്യം 107. എന്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത്? എ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ, ബി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, സി യാത്ര ശുഭകരമാകാൻ, ഡി ഐശ്വര്യത്തിന് വേണ്ടി. ഉത്തരം എ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. ചോദ്യം 108. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിച്ചേർന്നത് ഏത് വിളവെടുപ്പ് കാലത്താണ്? എ ഗോതമ്പ് വിളവെടുപ്പ്, ബി മുന്തിരി വിളവെടുപ്പ്, സി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ഡി ഒലിവ് വിളവെടുപ്പ്. ഉത്തരം സി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 109. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയപ്പോൾ നഗരത്തിലെ ജനങ്ങൾ പ്രതികരിച്ചത് എങ്ങനെ? എ അവർ നവോമിയെ തിരിച്ചറിഞ്ഞില്ല, ബി ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു, സി അവർ ആരെയും ശ്രദ്ധിച്ചില്ല, ഡി അവർ സന്തോഷത്തോടെ വരവേറ്റു. ഉത്തരം ബി ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. ചോദ്യം 110. റൂത്തിൻ്റെ ഭർത്താവ് ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? എ അമ്മോന്യ, ബി മൊവാബ്യ, സി ഇസ്രായേൽ, ഡി അമലേക്യ. ഉത്തരം സി ഇസ്രായേൽ. ചോദ്യം 111. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
എ സന്തോഷം, ബി ദുഃഖം, സി കയ്പ്, ഡി വിജയം. ഉത്തരം സി കയ്പ്. ചോദ്യം 112. റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്ത്? എ സലോമി, ബി നവോമി, സി എലീഷ, ഡി സാറ. ഉത്തരം ബി നവോമി. ചോദ്യം 113. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവോമി എന്താണ് ചെയ്തത്? എ മരുമക്കളെ അനുഗ്രഹിച്ചു, ബി മരുമക്കളെ ചുംബിച്ചു, സി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡി മരുമക്കളെ യാത്രയാക്കി. ഉത്തരം ബി മരുമക്കളെ ചുംബിച്ചു. ചോദ്യം 114. ആമുഖത്തിൽ റൂത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ സുകൃതിനിയും വിശ്വസ്തയും, ബി വിവേകമതിയും നന്മ നിറഞ്ഞവളും, സി വിശുദ്ധയും ദൈവഭയമുള്ളവളും, ഡി വിവേകിയും വിശ്വസ്തയും. ഉത്തരം എ സുകൃതിനിയും വിശ്വസ്തയും. ചോദ്യം 115. ജെറുസലേമിൽ റൂത്ത് ആരുടെ ഭാര്യയായി? എ ബോവാസിൻ്റെ, ബി മഹലോൻ്റെ, സി കിലിയോൻ്റെ, ഡി പേരസിൻ്റെ. ഉത്തരം എ ബോവാസിൻ്റെ. ചോദ്യം 116. ആമുഖത്തിൽ ബോവാസിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ ശക്തനും സമർത്ഥനും, ബി റൂത്തിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും, സി ധീരനും ദൈവഭക്തനും, ഡി വിവേകിയും വിശുദ്ധനും. ഉത്തരം ബി റൂത്തിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും. ചോദ്യം 117. നഗരത്തിലെ തൻ്റെ പരിചയക്കാർക്കെല്ലാം റൂത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്നാണ് ബോവാസ് പറയുന്നത്? എ റൂത്ത് ഒരു ദുർനടപ്പുകാരിയാണ്, ബി റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന്, സി റൂത്ത് ഒരു ദുഷ്ട സ്ത്രീയാണ്, ഡി റൂത്ത് അന്യദേവന്മാരെ പൂജിക്കുന്നവളാണ്. ഉത്തരം ബി റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. ചോദ്യം 118. ബോവാസ് റൂത്തിനെ സ്വീകരിക്കാൻ തടസ്സമായി പറയുന്ന കാരണമെന്ത്? എ താൻ ഒരു വൃദ്ധനാണ്, ബി താൻ വിവാഹിതനാണ്, സി തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്, ഡി തൻ്റെ കുടുംബക്കാർ എതിർക്കും. ഉത്തരം സി തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്. ചോദ്യം 119. കൂടുതൽ അടുത്ത ബന്ധു തൻ്റെ കടമ നിറവേറ്റിയില്ലെങ്കിൽ താൻ എന്തു ചെയ്യും എന്നാണ് ബോവാസ് റൂത്തിന് നൽകുന്ന വാഗ്ദാനം? എ മറ്റൊരു പുരുഷനെ കണ്ടുപിടിച്ച് നൽകും, ബി റൂത്തിനെ ഒരു സഹോദരിയായി സ്വീകരിക്കും, സി ഉറ്റ ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കും, ഡി റൂത്തിനെ തൻ്റെ ഒരു ദാസിയായി സ്വീകരിക്കും. ഉത്തരം സി ഉറ്റ ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കും. ചോദ്യം 120. എപ്പോൾ വരെ തൻ്റെ സമീപം കിടക്കുവാനുള്ള അനുവാദമാണ് ബോവാസ് റൂത്തിന് നൽകിയത്? എ സന്ധ്യ വരെ, ബി ഉച്ചസമയം വരെ, സി അർദ്ധരാത്രി വരെ, ഡി പ്രഭാതം വരെ. ഉത്തരം ഡി പ്രഭാതം വരെ. ചോദ്യം 121. ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്ത യൂദായിലെ ഒരു ബത്ലഹേംകാരൻ ആരാണ്? എ കിലിയോൻ, ബി ബോവാസ്, സി മഹലോൻ, ഡി എലിമെലക്ക്. ഉത്തരം ഡി എലിമെലക്ക്. ചോദ്യം 122. എലിമെലക്ക് മൊവാബ് ദേശത്തേക്ക് കുടിയേറി പാർക്കാൻ കാരണമെന്ത്? എ നാട്ടിൽ നിന്ന് പുറത്താക്കിയതിനാൽ, ബി ആഭ്യന്തര യുദ്ധം കാരണം, സി ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ, ഡി ശത്രുക്കളെ ഭയന്ന്. ഉത്തരം സി ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ. ചോദ്യം 123. മഹലോൻ്റെയും കിലിയോൻ്റെയും മാതാപിതാക്കൾ ആര്? എ എൽഖാനയും ഹന്നയും, ബി എലിമെലക്കും നവോമിയും, സി റൂത്തും ബോവാസും, ഡി സാമുവലും പെനീനായും. ഉത്തരം ബി എലിമെലക്കും നവോമിയും. ചോദ്യം 124. നവോമിയുടെ പുത്രന്മാർ ആരെല്ലാം? എ മഹലോനും കിലിയോനും, ബി ഹോഹ്നിയും ഫിനെഹാസും, സി ബോവാസും സാമുവേലും, ഡി ജോഷുവയും കാലബും. ഉത്തരം എ മഹ്ലോനും കിലിയോനും. ചോദ്യം 125 പൂരിപ്പിക്കുക. അവൻ്റെ പേര് എലിമെലക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും, അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള ഡാഷ്. എ എഫ്രാത്യരായിരുന്നു, ബി മൊവാബ്യരായിരുന്നു, സി അഭയാർത്ഥികളായിരുന്നു, ഡി കുടിയേറ്റക്കാരായിരുന്നു. ഉത്തരം എ
എഫ്രാത്യരായിരുന്നു. ചോദ്യം 126. എവിടെ താമസിക്കുന്ന കാലത്താണ് നവോമിയുടെ ഭർത്താവ് എലിമെലെക്ക് മരിച്ചത്? എ. യൂദയായിൽ, ബി. മൊവാബിൽ, സി. ബത്ലഹേമിൽ, ഡി. റാമായിൽ. ഉത്തരം ബി. മൊവാബിൽ. ചോദ്യം 127. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? ഇവിടെ പരാമർശിക്കുന്ന യുവതി ആരാണ്? എ. സൂസന്ന, ബി. നവോമി, സി. റൂത്ത്, ഡി. സലോമി. ഉത്തരം സി. റൂത്ത്. ചോദ്യം 128. എന്തിൽ മുക്കി അപ്പം ഭക്ഷിക്കാനാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. പഴച്ചാറിൽ മുക്കി, ബി. പാലിൽ മുക്കി, സി. വീഞ്ഞിൽ മുക്കി, ഡി. തേനിൽ മുക്കി. ഉത്തരം സി. വീഞ്ഞിൽ മുക്കി. ചോദ്യം 129. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എ. സൗന്ദര്യം, ബി. കയ്പ്, സി. മധുരം, സന്തോഷം, ഡി. വിശ്വസ്തത. ഉത്തരം സി. മധുരം, സന്തോഷം. ചോദ്യം 130. നവോമിയുടെ മരുമക്കൾ ആരെല്ലാം? എ. സാറ, റൂത്ത്, ബി. ഹന്ന, റൂത്ത്, സി. ഓർഫ, റൂത്ത്, ഡി. പെനീന്ന, റൂത്ത്. ഉത്തരം സി. ഓർഫ, റൂത്ത്. ചോദ്യം 131. റൂത്ത് അധ്യായം 1 എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 19, ബി. 20, സി. 22, ഡി. 23. ഉത്തരം സി. 22. ചോദ്യം 132. എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? എ. റൂത്തിൻ്റെ, ബി. നവോമിയുടെ, സി. ഹന്നായുടെ, ഡി. ഓർഫായുടെ. ഉത്തരം ബി. നവോമിയുടെ. ചോദ്യം 133. നവോമിയെ പിരിഞ്ഞുപോയ മരുമകൾ ആര്? എ. ഓർഫ, ബി. റൂത്ത്, സി. സൂസന്ന, ഡി. അന്ന. ഉത്തരം എ. ഓർഫ. ചോദ്യം 134. ആര് ആരോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത്? എ. ബോവാസ് നവോമിയോട്, ബി. റൂത്ത് നവോമിയോട്, സി. ബോവാസ് റൂത്തിനോട്, ഡി. നവോമി മരുമകളോട്. ഉത്തരം ഡി. നവോമി മരുമകളോട്. ചോദ്യം 135. റൂത്ത് 2-ാം അധ്യായത്തിൽ നവോമിയുടെ ഭർത്തൃകുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വിശേഷണം എന്ത്? എ. സൗമ്യനായവൻ, ബി. ദൈവഭയമുള്ളവൻ, സി. ഒരു ധനികൻ, ഡി. സമർത്ഥനായ. ഉത്തരം സി. ഒരു ധനികൻ. ചോദ്യം 136. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? എ. തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്, ബി. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്, സി. ഭർത്താവിൻ്റെ അടുത്തേക്ക്, ഡി. പുത്രൻ്റെ അടുത്തേക്ക്. ഉത്തരം ബി. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ചോദ്യം 137. തന്നോട് എന്തു പറയരുതെന്നാണ് റൂത്ത് നവോമിയോട് ആവശ്യപ്പെടുന്നത്? എ. സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാൻ, ബി. വീണ്ടും വിവാഹം കഴിക്കാൻ, സി. അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ, ഡി. അന്യദേവന്മാരെ ആരാധിക്കാൻ. ഉത്തരം സി. അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. ചോദ്യം 138. റൂത്തിൻ്റെ പേര് ആരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്? എ. ദാവീദിൻ്റെ, ബി. അബ്രാഹത്തിൻ്റെ, സി. മോശയുടെ, ഡി. യേശുവിൻ്റെ. ഉത്തരം ഡി. യേശുവിൻ്റെ. ചോദ്യം 139. പൂരിപ്പിക്കുക. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ ഡാഷ് എന്ന് വിളിക്കുന്നു? എ. മാറ, ബി. നവോമി, സി. ഭാഗ്യവതി, ഡി. നന്മ നിറഞ്ഞവൾ. ഉത്തരം ബി. നവോമി. ചോദ്യം 140. എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? എ. വേനൽക്കാലത്ത്, ബി. വയലിൽ കൃഷി ഇറക്കുന്ന സമയത്ത്, സി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ഡി. മഴക്കാലത്ത്. ഉത്തരം സി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 141. റൂത്ത് അധ്യായം 1 2-ാമത്തെ ശീർഷകമെന്ത്? എ. ബോവാസിൻ്റെ മെതിക്കളത്തിൽ, ബി. എലിമെലെക്കും കുടുംബവും മൊവാബിൽ, സി. റൂത്ത് ബോവാസിൻ്റെ വയലിൽ, ഡി. നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക്. ഉത്തരം ഡി. നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക്. ചോദ്യം 142. വചനം എഴുതുക.
റൂത്ത് 1:6. ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. ചോദ്യം 143. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി പറഞ്ഞപ്പോൾ മരുമക്കളുടെ പ്രതികരണം എന്തായിരുന്നു? എ. അവർ നവോമിക്ക് നന്ദി പറഞ്ഞു. ബി. അവർ മൗനം അവലംബിച്ചു. സി. അവർ പൊട്ടിക്കരഞ്ഞു. ഡി. ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞു. ഉത്തരം സി. അവർ പൊട്ടിക്കരഞ്ഞു. ചോദ്യം 144. റൂത്ത് 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 24, ബി. 22, സി. 19, ഡി. 23. ഉത്തരം ഡി. 23. ചോദ്യം 145. റൂത്ത് 2-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? എ. റൂത്തിൻ്റെ വിവാഹം. ബി. നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. സി. ബോവാസിൻ്റെ മെതിക്കളത്തിൽ. ഡി. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ഉത്തരം ഡി. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 146. റൂത്ത് അധ്യായം 4-ൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 25, ബി. 21, സി. 22, ഡി. 18. ഉത്തരം സി. 22. ചോദ്യം 147. റൂത്ത് അധ്യായം 4-ൻ്റെ ശീർഷകമെന്ത്? എ. റൂത്തിൻ്റെ വിവാഹം. ബി. ബോവാസിൻ്റെ മെതിക്കളത്തിൽ. സി. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ഡി. നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ഉത്തരം എ. റൂത്തിൻ്റെ വിവാഹം. ചോദ്യം 148. പൂരിപ്പിക്കുക. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, ഡാഷ് എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങയ്ക്ക് എന്തു നന്മ ചെയ്തു? എ. അന്യനാട്ടുകാരിയായ. ബി. വിധവയായ. സി. ദരിദ്രയായ. ഡി. മൊവാബ്യയായ. ഉത്തരം എ. അന്യനാട്ടുകാരിയായ. ചോദ്യം 149. ആര് ആരോട് പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും? എ. റൂത്ത് നവോമിയോട്. ബി. നവോമി റൂത്തിനോട്. സി. ബോവാസ് റൂത്തിനോട്. ഡി. നവോമി ബോവാസിനോട്. ഉത്തരം സി. ബോവാസ് റൂത്തിനോട്. ഈ സെറ്റിലെ അവസാന ചോദ്യം, ചോദ്യം 150. ന്യായാധിപന്മാരുടെ കാലത്ത് ക്ഷാമം ബാധിച്ച ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നതിലൂടെ ഈ പുസ്തകം എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? എ. നല്ല ഭരണം. ബി. വ്യക്തിപരമായ വിശ്വസ്തതയും ദൈവത്തിലുള്ള വിശ്വാസവും. സി. യുദ്ധം. ഡി. നിയമം ലംഘിക്കാനുള്ള അനുവാദം. ഉത്തരം ബി. വ്യക്തിപരമായ വിശ്വസ്തതയും ദൈവത്തിലുള്ള വിശ്വാസവും. തുടർന്ന് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമൻറ്റിലും ലോഗോസ് ക്വിസ് വെബ്സൈറ്റ് എന്ന് കാണാം. അതിൻ്റെ താഴെ www.logosquiz2026.in എന്ന് കാണാം. ഈ ലിങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലോഗോസ് ക്വിസ് 2026ൻ്റെ ഹോം പേജിൽ എത്തിച്ചേരും. ഹോം പേജിൽ റൂത്ത് എന്ന് കാണുന്നിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൂത്തിൻ്റെ പേജിലെത്തും. അവിടെ ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തി. ഇവിടെ അധ്യായം 1-4 എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും. ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക. പിന്നെ സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തി. ഇവിടെ നിങ്ങൾക്ക് ഉത്തരം മാർക്ക് ചെയ്യാവുന്നതാണ്. ചോദ്യം 1ൻ്റെ ഉത്തരം നഗരവാതിൽക്കൽ, അത് മാർക്ക് ചെയ്യുക. ഇങ്ങനെ അവസാനം വരെ മാർക്ക് ചെയ്തു പോകാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് തെറ്റിച്ച് കൊടുത്ത് നോക്കാം ഒരു ഉത്തരം. ഇങ്ങനെ അവസാനം വരെ 100ാമത്തെ ചോദ്യം വരെ മാർക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റഡ്, അതിൻ്റെ താഴെ വ്യൂ റിസൾട്ട് കാണാം. ഈ വ്യൂ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയാൽ ശരി ഉത്തരം അറിയണമെങ്കിൽ ഷോ ആൻസറിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശരി ഉത്തരം കാണാവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു വിലയിരുത്തൽ നടത്താവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.